നല്ല എളുപ്പമാണ്. ഇതിലേക്ക് ചേർക്കണ എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് അളന്നിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രം ബ്രെഡ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ട് ഞാനിവിടെ മെഷർമെന്റ് കപ്പിൽ അളന്നിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ 1 കപ്പ് മിൽക്ക് വേണം, 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 മുട്ട, 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ സോൾട്ട്, പിന്നെ 3 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ബട്ടറും പഞ്ചസാരയും ടേബിൾ സ്പൂണിലാണ് എടുത്തേക്കുന്നത്, ഈസ്റ്റും സോൾട്ടും ടീസ്പൂണിലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ സെപ്പറേറ്റ് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോറും എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കും. അപ്പൊ അതിന്റെ മുകളിലേക്ക് കുറേശ്ശെ വെതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. പിന്നെ ഒരു മുട്ടയും സെപ്പറേറ്റ് എടുത്തിട്ട് ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഈ ബ്രെഡ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ബ്രെഡിന്റെ മുകളിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബ്രെഡ് നമ്മൾ ബേക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ബ്രെഡിന്റെ മുകളിൽ നല്ലൊരു ഗോൾഡൻ കളർ ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം ഇതേപോലെ ബ്രെഡ് ആക്കാന്ന്. ഞാനിവിടെ മിൽക്ക് ചെറിയ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മിൽക്ക് ചെറുതായിട്ട് വാമാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഈസ്റ്റും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. മിൽക്കിന് നല്ല ചൂട് പാടില്ല, ചെറുതായിട്ടൊന്ന് വാമാക്കി എടുത്താൽ മതി. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക. ഈ ഈസ്റ്റ് ഈ മിൽക്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മിൽക്കിൽ ഈസ്റ്റ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ചേർക്കുക. 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ചേർക്കുക. ഇതിലേക്ക് ബട്ടർ ചേർക്കുക. ബട്ടർ നന്നായിട്ട് മെൽറ്റാക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മിൽക്കും ഈസ്റ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടിയും ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ആയിട്ട് ആദ്യം ഇതേപോലത്തെ ഒരു സ്പാച്ചില വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്റ്റീലിൻ്റെ സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറച്ചും ആ സ്പൂണുമ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പോകണം. ഇതൊന്നല്ലെങ്കിൽ ഹാൻഡ് മിക്സറോ അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സ്റ്റാൻഡ് മിക്സറോ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് രണ്ടും ഇല്ലെങ്കിലും നമ്മൾ കൈ കൊണ്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പക്ഷെ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ ഏറ്റാതി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ടാണ് കുഴക്കണമെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് ഈ ഡോ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഇടണം. ഇട്ട് കുറേശ്ശെ പൊടി വെതറി കൊടുത്തിട്ട് വേണം നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കൈമ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഈ ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ടിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിങ്ങനെ വിടിയിച്ചിടുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമതും ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു ലോ സ്പീഡിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഡോ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം.
അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ ഒന്ന് വെതറി കൊടുക്കുക കൗണ്ടർ ടോപ്പുമ്മേ. ഈ ഡോ ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് പൊടിയൊന്ന് വെതറി കൊടുക്കണം. ഇത് കൈമേക്ക് ഒട്ടിപ്പിടിക്കും. ഇതെങ്ങനെ കുഴച്ചെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും ആദ്യം കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇതേപോലെ വട്ടത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് ഓരോ സൈഡ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി ഇതേപോലെ ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇതൊരു സൈഡിൽ നിന്ന് മടക്കി ഞാൻ അടുത്ത സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കുക. അത് കഴിഞ്ഞ് അടുത്ത സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കണം. പിന്നെ എല്ലാ സൈഡും ഇതേപോലെ ഒരു പ്രാവശ്യം മടക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. ഇത് കൈമ ഒട്ടിപ്പൊടിയുന്നുണ്ടെങ്കിൽ കുറേശ്ശെ പൊടിയും വെതറി കൊടുക്കുക. ഇത് ഇതേപോലെ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇതൊരു 50 ടൈംസ് എങ്കിലും ഇതേപോലെ ചെയ്യണം. ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ സൈഡും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ പരത്തുക. എന്നിട്ട് രണ്ടാമതും ഇതിനുള്ളിലേക്ക് വയ്ക്കുക. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ വയ്ക്കുക. ഇതേപോലെ ഇങ്ങനെ കമത്തി വയ്ക്കുക. അപ്പോൾ ഇതേപോലെ നല്ലൊരു ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇതിൻ്റെ മുകളിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തൂത്ത് കൊടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം നമുക്ക്. ഇപ്പം ഇത് നമ്മൾ മൂടി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ബ്രെഡിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. അത് ഏറ്റവും ആദ്യം നമ്മൾ പരത്തിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഡോ നല്ല റൗണ്ടിനെ ആക്കിയിട്ടാണ് ഓരോ സൈഡിൽ നിന്നും ഉള്ളിലേക്ക് കുഴച്ചെടുത്തത്. ഇനി ഇത് നമ്മൾ നല്ല നീളത്തിലാണ് ഇതിനെ ഇനി പരത്താൻ വേണ്ടി പോണത്. അത് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ റോൾ ചെയ്തെടുക്കും. ഇതിങ്ങനെ നീളത്തിൽ വേണം ഇങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി ഈ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഏറ്റവും ആദ്യം ഫോൾഡ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇത് റോൾ ചെയ്തെടുക്കുമ്പോൾ ഇതാണ് ഞാൻ ഈ ബ്രെഡ് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന ട്രേ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിൽ വേണം ഇത് നമ്മൾ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എടുത്തേക്കണ ഈ ട്രേയുടെ ലെങ്ത്ത് 12 ഇഞ്ച് ഉണ്ട്, ഹൈറ്റ് 2.5 ഇഞ്ച് ഉണ്ട്. നമ്മൾ എടുത്തേക്കണ ഈ ഫ്ലോറും കൊണ്ട് ഒരു ബ്രെഡാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ ട്രേയുടെ ഉള്ളിൽ നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ട്രേയുടെ ഉള്ളിലേക്ക് ഈ റോൾ ചെയ്ത് വെച്ചേക്കണ ഇത് വെക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കുക. അത് ഇതിൻ്റെ മുകളിൽ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് പൊന്തിയിട്ട് ഈ ട്രേയുടെ മുകളിൽ വരെ ഇത് പൊന്തി വരണം. ഇത് നല്ല ചൂടുള്ള സ്ഥലത്തേക്കാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഇത് നന്നായിട്ട് പൊന്തി വരും. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ വെക്കാൻ വേണ്ടി പോണത് ഓവൻ്റെ ഉള്ളിൽ ഞാനൊന്ന് വാമാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് ഇത് ഞാൻ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പോണത്.
അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വേഗം ഇത് നന്നായിട്ട് പൊന്തി വരും. അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലത്തേക്കാണെങ്കിൽ കുറേ സമയം എടുക്കും. ഇത് പുറത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പറും കൊണ്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് വെക്കാം. ഇത് ഞാൻ ഓവൻ്റെ ഉള്ളിലേക്ക് വെക്കണതുകൊണ്ട് ഞാനിവിടെ അലുമിനിയം ഫോയിലർ വെച്ചിട്ടാണ് ഇത് മൂടി വയ്ക്കാൻ വേണ്ടി പോണത്. അലുമിനിയം ഫോയിലർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എടുത്ത് വെച്ചേക്കണ ആ ഒരു എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ബ്രഷും കൊണ്ട് ഇതിൻ്റെ മുകളിൽ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാനിവിടെ ടെമ്പറേച്ചർ വയ്ക്കുന്നത് 375 ഫാരനൈറ്റിൽ ഒരു 25 മിനിറ്റ്സ് വെച്ചാൽ മതിയാവും. ഓവനിൽ വെക്കുമ്പോൾ എപ്പോഴും ടെമ്പറേച്ചർ കറക്റ്റായിട്ട് വേണം ഓവനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ എപ്പോഴും മുകളിലെ ട്രേയിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ബ്രെഡ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബേക്ക് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളർ വരും. ഇത് ഞാനിവിടെ 25 മിനിറ്റ്സാണ് വെച്ചത്. ഈ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബ്രെഡ് ഈ ട്രേയിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം നമുക്ക്. ഇപ്പോൾ ഇത് 5 മിനിറ്റ്സ് കഴിഞ്ഞു. ഇത് പതുക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇത് ട്രേയിൽ നിന്ന് പുറത്തേക്ക് ഇടുക. അതിനു മുമ്പ് ഇത് പെട്ടെന്ന് ഈ ട്രേയിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ പതുക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് വിട്ടു പോരും. ഇത് കമത്താം നമുക്കിങ്ങനെ. ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളത് നന്നായിട്ട് ചൂടാറിയിട്ട് കട്ട് ചെയ്തിടുക. ബ്രെഡ് ബേക്ക് ചെയ്തെടുത്ത വഴിക്ക് തന്നെ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഈ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബ്രെഡാണിത്. ഈ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്.